ഹൈവേ വികസനത്തിന് വിട്ടുനൽകിയ ദേവസ്വം ഭൂമികളുടെ നഷ്ടപരിഹാര തുകയായ 46 കോടി രൂപ കൈക്കലാക്കി പിണറായി സർക്കാർ. ദേവസ്വം ഭൂമികൾ സർക്കാർ പുറമ്പോക്കിന് വരുത്തി തീർത്ത് ആലപ്പുഴയിൽ 26.65 കോടിയും കൊല്ലത്ത് 17.28 കോടി രൂപയും തിരുവനന്തപുരത്ത് 2.17 കോടി രൂപയും കൈക്കലാക്കി. 3 വർഷമായിട്ടും നഷ്ടപരിഹാര തുക തിരിച്ചുപിടിക്കാൻ ദേവസ്വം ബോർഡ് ചെറുവിരൽ പോലും അനക്കിയില്ല. ലഭിക്കാനുള്ളത് 46 കോടിയെന്ന് വ്യക്തമാകുമ്പോഴും ദേവസ്വം ബോർഡിനെ അറിയാവുന്നത് 35 കോടിയെക്കുറിച്ച് മാത്രം. ജനം ബ്രേക്കിംഗ്. ദേശീയപാത വികസനത്തിനായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിട്ടുനൽകിയത് ഏക്കർ കണക്കിന് ഭൂമിയും ക്ഷേത്ര നിർമ്മിതികളും അനുബന്ധ കെട്ടിടങ്ങളുമാണ്. നഷ്ടപരിഹാര തുകയായി ദേവസ്വം ബോർഡിന് ലഭിക്കേണ്ടത് 48.78 കോടി രൂപ. എന്നാൽ ദേവസ്വം ബോർഡിന് ലഭിച്ചതാകട്ടെ 1.61 കോടി രൂപ മാത്രം. കോടതിയിൽ കെട്ടിവെക്കപ്പെട്ട 1.5 കോടി രൂപ മാറ്റിവെച്ചാൽ ബാക്കി 46 കോടിയിലധികം രൂപ കൈക്കലാക്കിയത് സംസ്ഥാന സർക്കാർ. ദേവസ്വം ഭൂമികൾ സർക്കാർ പുറമ്പോക്കുകളെന്ന് വരുത്തി തീർത്തുള്ള വിവിധ തട്ടിപ്പുകളിലൂടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കേണ്ട കോടികൾ സംസ്ഥാന സർക്കാർ കൈക്കലാക്കിയത്. ആലപ്പുഴ ജില്ലയിലെ 18 ക്ഷേത്രഭൂമികൾ സർക്കാർ ഭൂമികളെന്ന് വരുത്തി തീർക്കാൻ 2023 ഓഗസ്റ്റിൽ പ്രത്യേക ഉത്തരവ് പുറത്തിറക്കി. കൊല്ലം ജില്ലയിലെ 6 ക്ഷേത്രങ്ങളുടേതായ 17.28 കോടിയുടെ നഷ്ടപരിഹാര തുക നൽകാതിരിക്കാൻ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഇട്ടിരിക്കുന്ന ഭൂമിക്ക് സർക്കാരിന് പാട്ടക്കുടിശ്ശിക നൽകാനുണ്ടെന്നാണ് കാരണം പറയുന്നത്. എന്നാൽ കോളേജ് ഇരിക്കുന്ന 31 ഏക്കറിലധികം ഭൂമി പരമ്പരാഗതമായി ദേവസ്വം ബോർഡിന്റേതാണെന്ന BTR സെറ്റിൽമെന്റ് രജിസ്റ്റർ രേഖകളിൽ വ്യക്തം. തിരുവനന്തപുരത്ത് 2.17 കോടി രൂപ നൽകാതിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രഭൂമികളുടെ രേഖകൾ ഹാജരാക്കാൻ ആയില്ലെന്ന് വാദിച്ച്. ഇവിടെ മുതൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകളും പറയേണ്ടിയിരിക്കുന്നു. ക്ഷേത്രഭൂമികളുടെ രേഖകൾ സൂക്ഷിക്കുന്നതിലെ വീഴ്ചകൾ പലതവണ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും പരിഹാരമുണ്ടായില്ല. കട്ടതെങ്കിലും സർക്കാർ കണക്കുകളിൽ 46 കോടിയിലധികം രൂപ ദേവസ്വം ബോർഡിന്റേതാണെന്ന് വ്യക്തം. എന്നാൽ ദേവസ്വം ബോർഡ് തന്ന വിവരാവകാശ മറുപടിയിൽ പറയുന്നത് 35 കോടിയുടെ കണക്ക് മാത്രം. 3 വർഷമാകുമ്പോഴും ഈ തുക തിരിച്ചുപിടിക്കാനും നടപടികൾ ഉണ്ടായിട്ടില്ല. ജനം, തിരുവനന്തപുരം.